ആദ്യമായിട്ട് ഞാൻ കൊല്ലത്ത് വരുന്നത് ഒരു 2000 വർഷം ഞാൻ പറയാം കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവം, കേരള യൂണിവേഴ്സിറ്റി, അന്ന് ഈ KTU ഒന്നുമില്ല, അപ്പോൾ അന്ന് കേരള യൂണിവേഴ്സിറ്റി തന്നെയായിരുന്നു. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോളേജിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഈ കലോത്സവത്തിൻ്റെ വേദിയിലേക്ക് വരികയും അന്ന് ഇതുപോലത്തെ വേദിയിൽ നിങ്ങളെപ്പോലെ പങ്കെടുക്കുകയും പരിപാടികൾക്ക് പങ്കെടുക്കുകയും, ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുമ്പോൾ കോളേജിലെ പിള്ളേരെയൊക്കെ മാനേജ് ചെയ്യണം, ആ പരിപാടിക്ക് ഈ പരിപാടിക്ക് ആരോ ഉള്ളത്, ഈ പരിപാടിക്ക് ആരോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് മറ്റേ ബാഗൊക്കെ തൂക്കി ഗജാഞ്ചി ആയിട്ട് ഇങ്ങനെ മുമ്പിൽ മെയിൻ ആളായിട്ട് വരുന്ന പരിപാടിയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ മോഹിനിയാട്ടത്തിന് സിന്ധു ഉണ്ട്, സിന്ധുവിന് പെട്ടെന്ന് വരാൻ പറ, സ്റ്റേജിൽ കയറാൻ പറ. സിന്ധുവിനുള്ള ഫാഷൻ മറ്റേ ഫാൻസി ഡ്രസ്സിന് കറക്റ്റായിട്ട് കുട്ടികള്. ശരി, എന്നാൽ പിന്നെ വേറെ ആരെ വരണം? അത് കൂടിയാട്ടത്തിന് ആൾക്കാരെ വിളിക്കുന്നു. കൂടിയാട്ടത്തിന് നമ്മുടെ കോളേജിൽ നിന്ന് ആരാ പങ്കെടുക്കാനുള്ളത്? കൂടിയാട്ടത്തിന് നമ്മുടെ കോളേജിൽ നിന്ന് സിന്ധു തന്നെയുള്ളൂ ഈ കോളേജിൽ പഠിക്കാൻ എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലേക്കായിരുന്നു ഞങ്ങൾക്ക്. 1-2 ആൾക്കാരൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, പക്ഷേ മോശമല്ലാത്ത രീതിയിൽ ഞങ്ങൾ എങ്ങനെയൊക്കെയോ എസ്കേപ്പ് ചെയ്ത് വലിയ ചാമ്പ്യൻഷിപ്പ് ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന വലിയ കപ്പൊന്നും കിട്ടിയില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള കപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ച് കോളേജിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് അതൊരു പരാജയമായിരുന്നില്ല, അതൊരു വിജയമായിരുന്നു. സമ്മാനം മേടിക്കുന്നതിന് ഞാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കൊല്ലത്തേക്ക് വരുന്നത് പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കോളേജ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത് കോളേജ് പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊജക്റ്റ് സെറ്റ് ചെയ്തിരുന്നത് പാരിപ്പള്ളി ഉള്ളൊരു ചേട്ടനായിരുന്നു. അങ്ങനെ ആ പ്രൊജക്റ്റ് വർക്കായി, ഞങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സായി. പക്ഷെ ആ പ്രൊജക്റ്റ് എന്താണെന്ന് എനിക്കിപ്പോഴും അറിഞ്ഞൂടാ, പക്ഷെ പാസ്സായി. അതും അപ്പോൾ വൻ വിജയമായിട്ട് മാറി. പിന്നെ കൊല്ലത്തേക്ക് വരുന്നത് 2022 വിപിൻ ദാസ് സംവിധാനം ചെയ്ത ദർശന രാജേന്ദ്രനോടൊപ്പം അഭിനയിച്ച ജയ 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 എന്ന് പറയുന്ന സിനിമയായിട്ടാണ് വീണ്ടും കൊല്ലത്തേക്ക് വരുന്നത്. അതും വെറുതെ ആയില്ല, അതും വലിയൊരു വിജയമായിട്ട് മാറി. പിന്നെ കൊല്ലത്തേക്ക് വരുന്നത് 2024 നമ്മുടെ കാരണവന്മാരായിട്ട് നമുക്കൊരു 10 വയസ്സുണ്ടാക്കി തന്നിട്ടില്ല, പക്ഷേ നമ്മൾ കഴിക്കും. കാരണം കിട്ടുന്ന സിറ്റുവേഷനിലെല്ലാം എൻജോയ് ചെയ്യണം, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം ഫൈറ്റ് ചെയ്യണം. അതാണ് ആ ലൈഫ്. അജോഷ് അതും വെറുതെ ആയില്ല. വീക്കിലി സ്റ്റാർ എന്നറിയപ്പെട്ടിരുന്ന ഞാൻ പിന്നെ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ എന്നെ കൊല്ലം സ്റ്റാർ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ കൊല്ലവുമായിട്ട് അത്രയും ആത്മബന്ധമായിട്ട് നിൽക്കുന്ന സമയത്താണ് 2025 വീണ്ടും ഈ പറയുന്ന കേരള സർവകലാശാല കലോത്സവത്തിൽ അതിഥിയായിട്ട് വീണ്ടും ക്ഷണിക്കപ്പെടുന്നത്. അപ്പോൾ ആ ക്ഷണം തന്നെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വേദിയിൽ ഇതുപോലെ ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് പങ്കെടുത്ത ആ ഒരു സമയത്ത് നിന്ന് ഇന്ന് ഈ വേദിയിൽ വന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ, ഒരു അതിഥിയായിട്ട് സംസാരിക്കാൻ എത്തി എന്നുള്ള ഒരു സാഹചര്യം എനിക്ക് ഒരു വലിയ വിജയമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ കലോത്സവവും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ അറിഞ്ഞു വെച്ചിട്ട് സമാപനം നടത്താനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതിനു മുമ്പേ കലോത്സവം അങ്ങോട്ട് നിന്നു പോവുകയായിരുന്നു. പക്ഷെ ഇത്തവണ വളരെ വലിയ വിജയമായിട്ട് ഈ കലോത്സവം മാറി, അത് സമാപിച്ചു എന്നുള്ളത് എനിക്കും നിങ്ങൾക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഈ പറയുന്ന കോരിച്ചൊരിയുന്ന മഴയ്ക്കിടയിലാണെങ്കിൽ പോലും ഇത്രയും വലിയ വിജയത്തോടെ, ഇത്രയും വലിയ എന്താ പറയുക എനർജിയോടെ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് വന്ന് നിന്ന് ഈ പരിപാടി വിജയിപ്പിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇതിൻ്റെ സംഘാടകരോടും ഒക്കെ ഉള്ള ആശംസകൾ അറിയിക്കുന്നു.